ഈ ക്വസ്റ്റ്യൻ നോക്കുക. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0. ദെൻ ദ വാല്യൂ ഓഫ്, ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0. ദെൻ ദ വാല്യൂ ഓഫ് എക്സ് റൈസ് ടു 4 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 1. അപ്പോൾ തൽക്കാലം നമുക്ക് അതിലോട്ടൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് എപ്പോഴും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ ഇപ്പുറത്ത് 0 ഉള്ള എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടാവും നമുക്ക്. ഓക്കെ, എസ്പെഷ്യലി നമ്മൾ ഈ 3x ടേമിനെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ അതിനൊരു യൂസ്ഫുൾനെസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് അവിടെ പോസ് ചെയ്യാം. നമുക്ക് മറ്റേ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരാം. അതായത് എന്താണ്, എക്സ് റൈസ് ടു 4 പ്ലസ് 1 ബൈ എക്സ് റൈസ് ടു 4 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 1. ഇതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഇതിൽ എന്തോ ഒരു കാര്യം യൂസ്ഫുൾ ആണ്, അത് നമുക്ക് വരാം. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യണം നമ്മൾ. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന് നമുക്ക് ചാൻസ് ഉള്ളത് നമ്മൾ ഈ ഒരു ടേമിനെ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കണം. എക്സ് റൈസ് ടു 4 പ്ലസ് 1 ബൈ എക്സ് റൈസ് ടു 4. ഇതിനെ നമ്മളൊന്ന് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എക്സ് ക്യൂബിൻ്റെ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കതൊരു യൂസ്ഫുൾ ആണ്. നമുക്ക് എക്സ് ക്യൂബ് എങ്ങനെ ആക്കാൻ പറ്റും? ഒരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇതിനെ. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ത്രൂ ഔട്ട് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യണം. കാരണം ഇതിൻ്റെ ന്യൂമറേറ്റർ ആണ് അല്ലേ. നമ്മൾ ഈ താഴെയുള്ളതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു എക്സ് കൊണ്ട് മേളിലും താഴെയും ഡിവൈഡ് ചെയ്യാം. മേളിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? എക്സ് റൈസ് ടു 4നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ്. 1 ബൈ എക്സ് റൈസ് ടു 4നെ എന്താണ് അവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? സോറി ഞാനിവിടെ എഴുതിയ തെറ്റിപ്പോയിട്ടോ. ഇവിടെ 1 ബൈ എക്സ് സ്ക്വയർ ആണല്ലോ അല്ലേ. 1 ബൈ എക്സ് സ്ക്വയർ ആണ്, ഞാൻ എഴുതിയ തെറ്റിപ്പോയതാ. ഓക്കെ, എക്സ് ക്യൂബ്. അപ്പോൾ 1 ബൈ എക്സ് സ്ക്വയറിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ? 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്. അപ്പോൾ 1 ബൈ എക്സ് ക്യൂബ് ആയി. താഴെ എന്തായി? എക്സ് സ്ക്വയറിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 5 പ്ലസ് 1നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബൈ എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വേറെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് വന്നിട്ടുണ്ട്, എക്സ് പ്ലസ് 1 ബൈ എക്സ് വന്നിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് എക്സ് പ്ലസ് 1 ബൈ എക്സ് കിട്ടിയാൽ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബിനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോഴാണ് നമ്മുടെ നോട്ടം വീണ്ടും ഇങ്ങോട്ട് വരേണ്ടത്. ചോദ്യത്തിൽ കണ്ടോ, ഇതിൽ നിന്ന് നമുക്ക് എന്താ എക്സ് പ്ലസ് 1 ബൈ എക്സ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം നോക്കൂ. എക്സ് സ്ക്വയർ പ്ലസ് 1 3x അപ്പുറത്തോട്ട് ഇടുക, 3x ഇല്ലേ. 1 ബൈ എക്സ് വന്നാൽ പോരെ, എന്ത് ചെയ്യണം? അതിന് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയറിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1 ബൈ എക്സ്. 3xനെ എക്സ് കൊണ്ട് ഡിവൈഡ് 3. ഓക്കെ, കാര്യങ്ങൾ സിമ്പിളായി. എക്സ് പ്ലസ് 1 ബൈ എക്സ് നമുക്ക് 3 എന്ന് കിട്ടി. എക്സ് പ്ലസ് 1 ബൈ എക്സ് 3 ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു എൻ. എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു എൻ ക്യൂബ് മൈനസ് 3n. എൻ ക്യൂബ് എന്താണ്? 3യുടെ ക്യൂബ് എന്താ? 27 മൈനസ് 3n. 3 × 3 9. 27 മൈനസ് 9 എന്താവും? 7 പോയി, ഈ പറഞ്ഞ പോലെ 2 പോയി, അപ്പോൾ 18 ആവും. 20 18 ആവും. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്നുള്ളത് 18 ആയി. അപ്പം ഇത് എളുപ്പത്തിൽ കിട്ടുമല്ലോ. കാരണം എന്താ? മേളിൽ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് 18 ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് ഓൾറെഡി ഇതേ 3. അപ്പോൾ 3 5 8. അപ്പോൾ ഇത് ഓപ്ഷൻസിലുള്ള ഇതുമായിട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9/4 ഉത്തരത്തിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ സിംപ്ലി ഇങ്ങനെയാണ് നമ്മളിതിനെ ഡീൽ ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റിൽ അതിനെ നമ്മൾ എന്താ ഈ പറഞ്ഞ പോലെ ഒരുപോലെ കൊണ്ടുവരുന്നു. മേലെയും താഴെ ഒരു ഓപ്പറേഷൻ ചെയ്ത് എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ്, എക്സ് പ്ലസ് 1 ബൈ എക്സ്. ഇതിൽ എക്സ് പ്ലസ് 1 ബൈ എക്സ് കിട്ടിയാലേ നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് കിട്ടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഇതിൽ ഓപ്പറേഷൻസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 32.5, വൈ ഇസ് ഈക്വൽ ടു 34.6, സെഡ് ഇസ് ഈക്വൽ ടു 30.9, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് മൈനസ് 3xyz ഇസ് ഈക്വൽ ടു 0.98k. രണ്ടും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് കെയുടെ വാല്യൂ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ഒരു ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc എന്നൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഇതിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് രണ്ട് രീതിയിൽ വരും. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു രീതിയിൽ നമ്മൾ എഴുതുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്ന് എഴുതിയാൽ ഇതിനെ നമുക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് സി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഈ രീതിയിലും എഴുതാം. ഈ രണ്ട് രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഫോർമുല ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് സി മൈനസ് എ. കാരണം നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ വാല്യൂസ് നോക്കിക്കേ. നമ്മൾ എ ബി ബി സി സി എടുക്കാൻ പോയാൽ എക്സ് വൈ വൈ സെഡ് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരുപാട് വലിയ ഡിജിറ്റിലോട്ട് പോകും. ഈ 32.5 ഇൻറ്റു 34.6 ഒക്കെ ചെയ്തിട്ട് പിന്നെ 2 സ്പേസ് മാറ്റി ഡെസിമൽ മാറ്റി, അതൊക്കെ വലിയ ചടങ്ങാണ്. അതിലും നല്ലത് നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്നത് ഈ ഇക്വേഷൻ എടുക്കുമ്പോഴാണ്. സോ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. സോ എല്ലാവരും ഈ രണ്ട് ഇക്വേഷനും നോട്ട് ചെയ്ത് വയ്ക്കുക. അറിയുന്നവരുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വാട്ട് എവർ. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്താ വരുന്നത്? എക്സ് 32.5 പ്ലസ് 34.6 പ്ലസ് 30.9 അല്ലേ? 11 9 ഇത് 22 8 അല്ലേ? എന്താണ് 98. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി വരുന്നത് 98 ആണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ എലമെൻറ്റ് അതല്ലേ, എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്നല്ലേ? അപ്പോൾ 98/2. നേരത്തെ എഴുതിയ ഇക്വേഷൻ നിങ്ങൾ പേനയും പേപ്പറും എടുത്ത് എഴുതി വെക്കണം. എന്നിട്ട് എഴുതി നോക്കിയാലേ ഇത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ഇൻറ്റു എന്താ വരുന്നത്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ 32.5 മൈനസ് 34.6 എന്ത് വരും? 34.6 നിന്ന് 32.5 വന്ന 0.1 പിന്നെ എന്താണ് 2.1 അല്ലേ? നെഗറ്റീവ് 2.1. 21ൻ്റെ സ്ക്വയർ എന്താ? 441. അപ്പോൾ 441 2 പോയിന്റ് മാറണം, 4.41. അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ 4.41 വരും. മനസ്സിലായില്ല എങ്ങനെയാണെന്ന്? എങ്ങനെ മനസ്സിലായില്ലെങ്കിൽ എന്ന് പറഞ്ഞുതരാം. എ മൈനസ് ബി എക്സ് മൈനസ് വൈ അല്ലേ? ചെറുതല്ലേ? അപ്പോൾ വലുതിൽ നിന്ന് ഡിഫറൻസ് ആൻഡ് ഡിഫറൻസ് ലാർജർ നമ്പർ സെറ്റ്. വലുതി 34.6 32.5 കുറയ്ക്കൂ. 6 0.1 34 32 അപ്പോൾ മൈനസ് 2.1 അല്ലേ? മൈനസ് 2.1ൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കുന്നു. 21ൻ്റെ സ്ക്വയർ എന്താ? 441. മൈനസിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ മൈനസ് വരില്ല, പ്ലസ് ആയിരിക്കും. ശരി, 2.1 അല്ലേ? അപ്പോൾ എത്ര ഡെസിമൽ സ്പേസ് മാറ്റണം? 2. അങ്ങനെ 4.41 വന്നു. ഓക്കെ, ജസ്റ്റ് ക്ലാരിഫൈ. ഇതാണ്. ഇത്രയും സമയമൊന്നും നമ്മൾ പരീക്ഷയിൽ എടുക്കാൻ പാടില്ല, ചിന്തിക്കാനൊന്നും. കാരണം അറിയാമല്ലോ, CGL അതുപോലത്തെ എക്സാമിൽ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ബി മൈനസ് സി എന്ന് പറയുമ്പോൾ 34.6 മൈനസ് 30.9 അല്ലേ? 16/9 3 ഇവിടെ ഇല്ല. 3.7. 3.7ൻ്റെ സ്ക്വയർ എന്താ വരുന്നത്? എനിക്ക് കാണാപ്പടം പഠിച്ച് ഓർമ്മയില്ല, ഇപ്പോൾ ചെയ്തു നോക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ സ്ക്വയർ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. 25 3 അല്ലേ? 13 1 3 6 9 പിന്നെ 2 13.69. 13.69 ആണ് അത് വരുന്നത്. പിന്നെ എന്താ ഉള്ളത്? സി മൈനസ് എ വലുത് ഇവിടെ നിന്നാണ്. ഇവിടുന്ന് കുറച്ചിട്ട് ചെയ്യാം. 32.5 നിന്ന് 30.9 15 9 എന്താണ് 6 അല്ലേ?
1.6 16ന്റെ സ്ക്വയർ 256 അപ്പോൾ 2.56 അപ്പോൾ 2.56 റൈറ്റ്. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തുവാ? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇതിൻ്റെ എക്സ്പാൻഷനാണ്. ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? 0.98K. അപ്പോൾ ഇവിടെ 98 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എളുപ്പം ഈ 0.98നെ 98/100 എന്ന് എഴുതുന്നതല്ലേ. അതാകുമ്പോൾ നമുക്കൊരു എന്താ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഹൗ? എങ്ങനെ ചെയ്യാൻ പറ്റും? 98 പോവല്ലോ, 100 അവിടെ നിർത്തൂ തൽക്കാലം. അപ്പോൾ എന്തായി? അപ്പോൾ K/100 അല്ലേ? അപ്പോൾ K എന്ന് പറയുമ്പോൾ ഇതിനെ 100 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ അത് എന്താണ്? K/100 ഈസ് ഈക്വൽ ടു ദിസ് ബൈ 2. അപ്പോൾ K ഈക്വൽ ടു 50 ഇൻറ്റു ഇതിൻ്റെ സമ്മ് എന്താ വരുന്നത്? 4.41 പ്ലസ് 13.69 പ്ലസ് 2.56 10 അത് 16 ഇവിടെ 6 4 10 11 15 16 1 4 8 10 20.66 ഇൻറ്റു 50 എന്നുള്ള രീതിക്ക് വന്നല്ലേ. അപ്പോൾ 20.66 വന്നു ഇൻറ്റു 50 ചെയ്താൽ എന്താ വരുന്നത്? എന്താ വരിക? $1033 ഇതൊരു 0 കൂടി ഇടുക, 2 0 വേണം. അപ്പോൾ 1033. അപ്പോൾ K ഈസ് ഈക്വൽ ടു 1033. ഓപ്ഷൻസിലുണ്ടല്ലോ. അപ്പോൾ 1033 എന്നുള്ള ഉത്തരം വരും. അപ്പോൾ ഈ ചോദ്യം ക്ഷമിക്കണം, നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കൂ. ഇഫ് 9x² പ്ലസ് y² ഈക്വൽ ടു 37, എന്താണ് പറഞ്ഞിരിക്കുന്നത്? 9x² പ്ലസ് y² എന്ന് പറഞ്ഞാൽ 37. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വൈൻ്റെ പ്രൊഡക്റ്റ് 2ആണ്. XY ഗ്രേറ്റർ ദാൻ 0, രണ്ടും 0യിൽ കൂടുതലാണ്. അത് അങ്ങനെയാണല്ലോ വരുള്ളൂ. ദെൻ ദ വാല്യൂ ഓഫ് 27x³ പ്ലസ് y³ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ഇക്വേഷനും ഒരു എക്സ്പ്രഷനും തന്നിട്ടുണ്ട്. ആ ഇക്വേഷനിലുള്ള ടേംസും ഈ എക്സ്പ്രഷനുള്ള ടേംസും നോക്കൂ. 9x² 27. 9 27 തമ്മിലൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 9 × 3 27 എന്ന് പറയാം. അല്ലെങ്കിൽ വേറൊരു കാര്യം, 9 എന്ന് പറഞ്ഞാൽ എന്താ? 3² അല്ലേ? 3² × 3 27 എന്ന് പറയാം. അല്ലെങ്കിൽ 3³ 27 എന്ന് പറയാം. ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലൈൻ ഓഫ് തോട്ട് നിങ്ങളുടെ മൈൻഡിൽ ഭയങ്കര ഉറച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ 3³ 27 എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് എന്തോ ഒരു ക്യൂബ് 3യുടെ പവറിലോട്ട് റൈസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്നൊരു മനക്കണക്ക് നമ്മുടെ മൈൻഡിൽ നമ്മൾ എപ്പോഴും വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്യൂബിൻ്റെ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഇനി നമ്മൾ ഇതിലോട്ട് ചിന്തിക്കും. ഇതിനെ നമ്മൾ എന്ത് എക്സ്പ്രഷൻ്റെ ക്യൂബ് എടുക്കുമ്പോഴാണ് ഇത് വരാൻ സാധ്യത? 27x³, അതായത് 3xൻ്റെ ക്യൂബ് അല്ലേ 27? 3 × 3 9 9 × 3 27. എക്സിൻ്റെ ക്യൂബ് അല്ലേ? വൈയുടെ ക്യൂബ്, ഓക്കെ, വൈയുടെ ക്യൂബാണ് y³. പക്ഷെ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ചിന്തിക്കണം. ദേ ഇങ്ങനെയൊന്ന് ചിന്തിച്ചേ. ഇതിനെ a+b² ആക്കിയാൽ എന്ത് വരും? a+b² നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളിപ്പോൾ എഴുതി വെച്ചോ. a+b² എന്ന് പറഞ്ഞാൽ a³ + b³ + 3ab × a+b എന്നാണ്.
അല്ലേ? എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ നമ്മൾ എക്സ്പെൻഡ് ചെയ്യാം? എ ക്യൂബ് 27x ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3ab 3 ഇൻറ്റു 3x ഇൻറ്റു വൈ എന്താ 9xy. 9xy ആണ്. xy എന്താ 2 ആണ്. അപ്പോൾ 9xy എന്ന് പറഞ്ഞാൽ എന്താ 9 ഇൻറ്റു 2 18 അല്ലേ? പ്ലസ് 18 ഇൻറ്റു 3x പ്ലസ് വൈ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പോൾ തൽക്കാലം അത് നമുക്ക് അങ്ങനെ ഇരിക്കട്ടെ. ശരി, നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? നമുക്ക് വേണ്ടത് ഇവനെ മാത്രമാണ്, 27x ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 27x ക്യൂബ് പ്ലസ് വൈ ക്യൂബിനെ മാത്രം അവിടെ നിലനിർത്തിയാൽ എന്ത് പറ്റും? 3x പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് മൈനസ് 18 ഇൻറ്റു 3x പ്ലസ് വൈ. ഇത് കണ്ടുപിടിച്ചാൽ നമുക്കതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ആദ്യം എന്നുള്ളതിൻ്റെ പരിപാടി നമുക്ക് അവിടെ കഴിഞ്ഞു. ഇത് മൈൻഡിൽ വെക്കുക. അത് മൈൻഡിൽ വെച്ചുകൊണ്ട് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ഇതുണ്ടല്ലോ 9x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 37, അതിലോട്ട് പോയാൽ ഇത് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. വിൽ ട്രൈ. 9x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 37. ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഇത് വരാൻ സാധ്യത? എന്തിൻ്റെയോ സ്ക്വയർ ആവുമ്പോഴാണ്. എന്തിൻ്റെ സ്ക്വയർ ആവുമ്പോഴാണ്? 3xൻ്റെ സ്ക്വയർ അല്ലേ? അതുപോലെ തന്നെ വൈയുടെ സ്ക്വയർ അല്ലേ? വൈയുടെ സ്ക്വയർ ആയാൽ അതെന്താണ്? 3x സ്ക്വയർ 9a സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab 6xy 2 ഇൻറ്റു 3x ഇൻറ്റു വൈ 6xy. xy എന്താണ്? 2 ആണ്. എന്താണ്? അപ്പോൾ 12 2ab പ്ലസ് ബി സ്ക്വയർ. അതായത് എന്താ? 9x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 37 ഓൾറെഡി ഉണ്ട്. 37 പ്ലസ് 12 എന്ത് വന്നു? 49 അല്ലേ? അതായത് എന്താ? 3x പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണെങ്കിൽ 3x പ്ലസ് വൈ എന്താ? 49ൻ്റെ സ്ക്വയർ റൂട്ട് 7 അല്ലേ? അപ്പോൾ അത് നമുക്ക് ഇവിടെ എടുത്തിട്ടാൽ പോരെ? അവിടെ എടുത്ത് നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ ഉത്തരമായി. അപ്പോൾ 7ൻ്റെ ക്യൂബ് എന്താ? അത് അറിയില്ലെങ്കിൽ കാണാപ്പാടം പഠിക്കണം കേട്ടോ. കാരണം നമുക്ക് SSC പോലെയുള്ള എക്സാമിന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ക്യൂബ് റൂട്ടൊക്കെ അറിയുമെങ്കിലേ നമ്മൾക്കത് സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ 3x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 7 എന്ന് വന്നു. 7ൻ്റെ ക്യൂബ് അറിയില്ലെങ്കിൽ ഓർത്തോളൂ 343 ആണ്. 343 അല്ലേ? മൈനസ് 18 ഇൻറ്റു 7. 18 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ എന്തോ 7 8 56 7 5 12 343 നിന്ന് 126 പോകണം. അപ്പം എത്ര വരും? 13 6 7 ഇവിടെ 1 ഇവിടെ 2 അല്ലേ? 217 വരും. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്.